പാപങ്ങൾ സംഭവിച്ചു പോയ മനുഷ്യരെ നിരാശപ്പെടരുത്. റമദാൻ മാസത്തിലാണ് നമ്മൾ സംസാരിക്കുന്ന. നിരാശ വേണ്ട. ചെയ്തു പോയതിന്റെ ആധിക്യം നീ ചിന്തിക്കണ്ട. ചെയ്തു പോയതിന്റെ ഗൗരവം നീ ആലോചിച്ച് ബേജാറാവണ്ട. നിരാശനായി ഞാനൊന്നും നന്നായിട്ട് കാര്യമില്ല, ഞാനൊന്നും നിസ്കരിച്ചിട്ട് കാര്യമില്ല, ഞാനൊന്നും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, എനിക്കൊന്നും പടച്ചോൻ പുറത്തു തരൂല എന്ന ഒരു ശൈത്താനിയത്തിന്റെ ചിന്തകൾ നമ്മൾ മാറ്റിവെക്കാൻ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അതിക്രമം ചെയ്തു പോയ എന്റെ അടിമകളോട് പറയണം നബിയേ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശരാകരുത്. അതൊന്നും കാര്യമില്ല, തൗബ ചെയ്തിട്ടൊന്നും കാര്യമില്ല, പടച്ചോനോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന നിരാശ നിങ്ങൾക്ക് വേണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ, അല്ലാഹു തീർച്ചയായും എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹ് കാരുണ്യവാനാണ്, പാപം പൊറുക്കുന്നവനാണ്. എത്ര ആയത്തിലാണ് അല്ലാഹ് ആവർത്തിച്ച് പറയുന്നത്. ഇവിടെ നിന്നാണ് ഞാനും നിങ്ങളും അവസരം ഉപയോഗിക്കേണ്ടത്. തൗബ ചെയ്യണം. ഈ വാക്കിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇസ്തിഗ്ഫാർ ചെയ്യണം. തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായി മടങ്ങുക. പടച്ചോനെ എനിക്ക് നിന്നൊക്കെ രക്ഷ വേണമെന്ന് ആഗ്രഹിക്കുക, കൊതിക്കുക, പ്രാർത്ഥിക്കുക, പാപമോചനത്തിന് വേണ്ടി അധ്വാനിക്കുക. അതേ തൗബയെ കുറിച്ച് പറയുന്ന ആയത്തിലൊക്കെ ഇസ്തിഗ്ഫാർ പറയുന്നുണ്ട്. വസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി ഇന്ന റബ്ബീ റഹീമുൻ വദൂദ്. തൗബനെ കുറിച്ച്, ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹ് പറയും അള്ളാഹ് സ്നേഹമുള്ളവനാണ്, അള്ളാഹ് കാരുണ്യവാനാണ്, അള്ളാഹ് ഗഫൂറാണ്. നമ്മളോട് ഒരാൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ക്രൂരനായിട്ട് പെരുമാറുക. എന്നാൽ പടച്ച റബ്ബ് പറയാണ്, നിങ്ങൾ പാപം ചെയ്തവനാണോ, വസ്തഗ്ഫിറൂ റബ്ബക്കും, റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ നന്നായി ചെയ്തോ, സുമ്മ തൂബൂ ഇലൈഹി, പിന്നീട് അവനിലേക്ക് പശ്ചാത്തപിച്ച് ഖേദിച്ചു മടങ്ങിക്കോ. ഇന്ന റബ്ബി, തീർച്ചയായും എന്റെ റബ്ബ്, റഹീമും വദൂദ്, കാരുണ്യമുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്. സ്നേഹമുണ്ടെങ്കിൽ വിട്ടുവീഴ്ച ഉണ്ടാകും. സ്നേഹമുണ്ടെങ്കിൽ എല്ലാ നിലക്കും പൊറുക്കാനുള്ള വിശാലതയുണ്ടാകും. എന്റെ റബ്ബ് സ്നേഹമുള്ളവനാണ്. ഇത് നമുക്ക് നൽകുന്ന ആശ്വാസമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് വെറും ഇസ്തിഗ്ഫാർ ഇങ്ങനെ ചൊല്ലിയാ പാപം പൊറുക്കൂല. ഞാൻ തൗബ ചെയ്തു എന്ന് നാവുകൊണ്ട് ഇങ്ങനെ വെറുതെ പറഞ്ഞാ പോരാ. 4 നിബന്ധനകൾ ഒരാൾ പാലിക്കണം. അത് കുറച്ച് പ്രയാസമുള്ളതാണ്. 1, ആത്മാർത്ഥമായിരിക്കണം. തൽക്കാലത്തിന് ഈ മാസം കയ്യോളത്തിനല്ല, എന്നേക്കുമായി വിട പറയണം. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപം തൽക്കാലം നോമ്പായതുകൊണ്ട് നിർത്തിയതാണോ, തൗബയാകൂല. തൗബയാകണമെങ്കിൽ ഇഖ്ലാസ് ഉണ്ടാവണം. എന്നേക്കുമായി സ്റ്റോപ്പ് ചെയ്യണം. ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. 2, ഖേദം ഉണ്ടാവണം. ചെയ്തതിൽ അഭിമാനം ഉണ്ടാകാൻ പാടില്ല. ഞാൻ ഓനെ പറ്റിച്ചു, ഞാൻ ആരാ മോൻ, ഞാൻ അങ്ങനെ ചെയ്തവനാണ്, ഞാൻ ആരാ മോൻ. അങ്ങനെ നമ്മൾ ചെയ്ത തെറ്റുകളുടെ പേരിൽ ഒരു അഭിമാനബോധം തോന്നാൻ പാടില്ല. ഖേദം തോന്നണം, സങ്കടം തോന്നണം. ഞാൻ ഇത്ര മോശമാകാൻ പാടില്ലായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു. ഖേദം ഉണ്ടാവണം. 3, ഇനി ഒരിക്കലും ഞാൻ അതിലേക്ക് മടങ്ങൂല എന്ന് ഉറച്ചു തീരുമാനിക്കണം. അതിന് നമ്മുടെ ചങ്ങായിമാര് ശല്യമാണെങ്കിൽ ചങ്ങാതിമാരെ വിടണം. അതിന് നമുക്ക് ശല്യം ആരാണെങ്കിൽ ആ ശല്യം നമ്മൾ മാറ്റണം. ഏത് ബന്ധങ്ങളാണെങ്കിൽ ആ ബന്ധങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. ഏത് ഇടപാടുകളാണ് നമുക്ക് നമ്മുടെ പാപത്തു നിന്ന് മടങ്ങി വരാനുള്ള പ്രതിസന്ധിയെങ്കിൽ അത് തീർച്ചയായും അടച്ചേ പറ്റൂ. ഇനി ഒരിക്കലും ഞാൻ ഈ തിന്മയിലേക്കില്ലെന്ന് ഖേദിച്ച് പശ്ചാത്തപിച്ച് തീരുമാനമെടുക്കണം. 4, നിങ്ങൾ ചെയ്ത പാപത്തിന്റെ തെറ്റിന്റെ ഗൗരവം ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആ മനുഷ്യനോട് പൊരുത്തം മേടിക്കണം. ആ മനുഷ്യന് കൊടുക്കാനുള്ള അവകാശങ്ങൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. അയാൾ 1 ലക്ഷം രൂപ മേടിച്ച് പറ്റിച്ചിട്ടാണോ, 1 ലക്ഷം തിരിച്ചു കൊടുത്തിട്ട് വേണം തൗബ ചെയ്യാൻ. എക്സാമ്പിൾ, ഏത് തരത്തിലാണോ നീ ഒരു മനുഷ്യനോട് പാപം ചെയ്തിട്ടുള്ള ആ മനുഷ്യനോട് പാപം ചെയ്തതിന്റെ കാര്യത്തിൽ പൊരുത്തപ്പിടിച്ചിട്ട് വേണം പടച്ചോനിലേക്ക് പറയാൻ. അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിലോ അള്ളാഹുവിലേക്ക് നേർക്ക് നേരെ നമുക്ക് തൗബ ചെയ്ത് മടങ്ങാനുള്ള വഴിയുണ്ട്. ഇനി നാം ചെയ്തു പോയ തെറ്റുകളുടെയും പാപങ്ങളുടെയും ഒക്കെ ദുരന്തമല്ലെങ്കിൽ അതിന്റെ അളവ് പറയുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഹദീസിൽ, ഖുദ്സിയായ ഹദീസിൽ പറയാ, മനുഷ്യരെ, ആദമിന്റെ സന്താനങ്ങളെ, നിങ്ങൾ ചെയ്ത തെറ്റ് ധാരാളമുണ്ടോ? പേടിക്കണ്ട, ധാരാളം ഉണ്ടെന്ന് വിചാരിച്ചല്ലോ. ബലഗത ദുനൂബക അനാനസ്സമാ വലാ ഉബാലി, ആകാശം മുട്ടുവോളം പാപം ചെയ്തവനാണോ, ഞാനത് പ്രശ്നമാക്കൂല. അത്രക്കുണ്ടോ, എന്നാ പൊറുക്കൂല എന്ന് ഞാൻ പറയില്ല.
وإنك لو أتيتني بقراب الأرض خطايا ഭൂമി പരക്കെ പാപം ചെയ്തവനാണോ വലാ ഉബാലി, ഞാനത് പ്രശ്നമാക്കില്ല, പുറത്തു തരാൻ സന്നദ്ധനാണ്. നീ നന്നാവണം, നീ ഒരുങ്ങണം, നീ ഖേദിച്ചു മടങ്ങണം. റമദാൻ എന്ന മാസം നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാന ചിന്തയും അതാ. റമദാൻ എന്ന വാക്കിന്റെ അർത്ഥം പോലും കരിച്ചു കളയുന്നത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ തൗബയും ഇസ്തിഗ്ഫാറും ചെയ്ത് നമ്മുടെ പാപങ്ങളെ കരിച്ചു കളയാനുള്ള എല്ലാ മേഖലകളെയും മാറ്റത്തിരുത്തലുകൾ വരുത്തി ശുദ്ധമാക്കാൻ, കരിച്ചു കളയാൻ പറ്റുന്നതാണ് ഈ മാസം എന്ന ബോധ്യം വേണം. സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ തിന്മകൾ വരാനുള്ള സാധ്യതകൾ നമ്മൾ അടക്കണം. ഒന്ന്, നമ്മുടെ കണ്ണും നമ്മുടെ ലൈംഗിക അവയവവുമായിരിക്കും. കണ്ണാണ് നമ്മളേറെ തിന്മകളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. നിഷേധിക്കാൻ പറ്റൂ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കൃത്യമായി പഠിപ്പിച്ചു, കണ്ണുകളെ നിയന്ത്രിക്കണം. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരാൾക്ക് വിവാഹം കഴിക്കാനുള്ള പ്രായമെത്തിയിട്ടും തടസ്സങ്ങൾ വന്നുകൊണ്ട് നീണ്ടുപോകുകയാണെങ്കിൽ, അവർ വിവാഹം കഴിക്കാൻ ഇനിയും വൈകി പോകുകയാണെങ്കിൽ അവർ നോമ്പ് നോൽക്കട്ടെ എന്ന് പറഞ്ഞു. എന്താ നോമ്പിന്റെ ഗുണം? ഫഇന്നഹു അഗള്ളു ലിൽ ബസരി, അത് കണ്ണുകൾക്ക് നിയന്ത്രണം വരുത്തുന്നതാണ്. വഅഹ്സനു ലിൽ ഫർജി, വിവാഹത്തെ കുറിച്ച് പറഞ്ഞു. വിവാഹം കഴിച്ചാൽ കണ്ണുകൾക്ക് നിയന്ത്രണം വരും, ലൈംഗികമായ ആ ത്വരകൾക്കുള്ള വിശുദ്ധി വരാൻ തുടങ്ങും. ഒരാൾക്ക് വിവാഹം കഴിക്കാൻ താമസം വരികയാണെങ്കിൽ ഫഅലൈഹി ബിസ്സൗം, അവർ നോമ്പെടുക്കട്ടെ. അത് കണ്ണിനും ലൈംഗിക അവയവത്തിനും നിയന്ത്രണം വരുത്തുന്നതാണ്. എന്നാലും അയാൾ തന്റെ കണ്ണുകളെ നിയന്ത്രിച്ചൊതുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ മനുഷ്യന്മാർ എന്ന നിലക്ക് ഈ നോമ്പ് നോറ്റ് ഈ സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കാതെ പോയാൽ വീണ്ടും വീണ്ടും പാപങ്ങളിലേക്കാണ്. നമ്മൾ ഫോണിലാണ്, നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലാണ്. സംഭവം ശരിയാണ്, നമ്മൾ കാണുള്ളൂ. പക്ഷേ അല്ലാഹു തആല എല്ലാം അറിയുന്നു. കണ്ണിന്റെ ഒളിപ്പിച്ചു വെച്ചതും മറച്ചു വെച്ചതും ഹൃദയത്തിൽ ഒളിപ്പിച്ച സീക്രട്ടുകളും ഒക്കെ അള്ളാന്റെ അടുത്ത നിരീക്ഷണത്തിലാണ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വലിയ വെല്ലുവിളിയാണ്. നമ്മൾ വിചാരിച്ചിട്ടല്ല, പക്ഷെ നമ്മുടെ ഓരോ സ്ക്രോളിങ്ങുകളും നമ്മളെ തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് കൊണ്ടുപോകാനുള്ള 400 ഇരട്ടി അധിക സാധ്യതകളാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. കണ്ണുകൾക്ക് നിയന്ത്രണം വരട്ടെ. ആ കണ്ണിലൂടെയാണ് പല തെറ്റായ തിന്മകളിലേക്ക്, വ്യഭിചാരത്തിലേക്ക്, സെക്സുകളുടേതായ വിവിധങ്ങളായ മേഖലയിലേക്ക് പോകാനുള്ള സാധ്യത വരുന്നത്. വലാ തഖറബുസ്സിനാ, വ്യഭിചാരത്തെ സമീപിക്കല്ലേ. ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീലാ. ലൈംഗിക വിശുദ്ധി പാലിച്ചില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് എന്താ? മ്ലേച്ഛമായ മോശപ്പെട്ട മാർഗമാണ്. അതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം അതിൽ പ്രേമലീലാബലങ്ങൾ പെടും, കാമുകന്മാരുടെ വിലാസങ്ങൾ പെടും. അത്തരത്തിലുള്ള ചാറ്റുകളും മെസ്സേജുകളും കാണലുകളും കേൾക്കലുകളും എല്ലാം അതിൽ പെട്ടതാണ്. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, യഥാർത്ഥ സത്യവിശ്വാസികൾ ലൈംഗിക വിശുദ്ധി പാലിക്കുന്നവരാണ്. അവർക്ക് അനുവദിക്കപ്പെട്ട ഇണകളോടല്ലാതെ അത് തീർക്കൂല. ഇത് നമ്മളെ ബാധിക്കുന്നില്ലേ? നമ്മൾ തിന്മകളിലേക്ക് പോകാനുള്ള സാധ്യതകളെയാണ് ക്ലോസ് ചെയ്യേണ്ടത്. നാവിനെ സൂക്ഷിക്കാൻ പറഞ്ഞു, കണ്ണിനെ നിയന്ത്രിക്കാൻ പറഞ്ഞു, നാവിനെ സൂക്ഷിക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ന അക്സറ ഖതായ ഇബ്നി ആദം ഫീ ലിസാനിഹി, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും പാപം വരാനുള്ള മേഖലയാണ് അവന്റെ നാവ്. ഇന്ന് ഈ പ്രഭാതം മുതൽ ഈ ഉച്ചവരെ നമ്മുടെ നാവ് കൊണ്ട് എന്തെല്ലാം നമ്മൾ സംസാരിച്ചു, ആരൊക്കെ നമ്മുടെ പേരിന്റെ ലിസ്റ്റിൽ വന്നു, എന്തൊക്കെ വിഷയങ്ങൾ സംസാരിച്ചു, അതിൽ എത്ര ശരിയുണ്ട്, അതിലെത്ര തെറ്റുണ്ട്. നമ്മളുടെ ഈ നാവ് കൊണ്ട് വരുന്ന പാപങ്ങൾ മനുഷ്യരിൽ എണ്ണം കൂട്ടുമെന്നും. അതുകൊണ്ട് ഒരാൾ എനിക്ക് ഈ നാവിന്റെ കാര്യത്തിൽ ഗ്യാരണ്ടി തന്നാൽ ഞാൻ അവന് സ്വർഗം ഗ്യാരണ്ടി കൊടുക്കുമെന്നാ പഠിപ്പിച്ചിരിക്കുന്നത്. നോമ്പുകാരോട് പ്രത്യേകം പറഞ്ഞു, മല്ലം മോശം പ്രവർത്തനങ്ങളും മോശപ്പെട്ട വാക്കുകളും സംസാരം ഒരാൾ ഉപേക്ഷിക്കണില്ലെങ്കിൽ അവൻ ഭക്ഷണം ഒഴിവാക്കണമെന്ന്, വെള്ളം ഒഴിവാക്കണമെന്ന് അള്ളാഹ്ക്ക് ആവശ്യമില്ല. നാവിനെ കൺട്രോൾ ചെയ്യണം. അതിനാണ് റമദാൻ, അതിനാണ് നോമ്പ്. അതുപോലെ ഏറ്റവും അധികം ഇന്ന് നമ്മളെ ബാധിക്കുന്ന തിന്മകളുടെ സാധ്യതയാണ് സാമ്പത്തിക മേഖല. നിസ്കാരമുണ്ട്, നാവിന് നിയന്ത്രണമുണ്ട്, തഖ്വയുണ്ട്, എല്ലാമുണ്ട്. സാമ്പത്തിക രംഗത്ത് സകല ദുരാചാരങ്ങളും അതിന്റെ യാതൊരു വിധിവിലക്കും പാലിക്കാതെ ജീവിക്കുന്ന ഒട്ടനേകം ഭക്തന്മാരെ നമുക്ക് കാണാൻ സാധിക്കും.
ഇവിടെയാണ് ഇസ്ലാം പറയുന്നത് അന്യായം കടന്നു വരുന്ന സാമ്പത്തിക മേഖല. എന്താ മനുഷ്യൻ പഠിക്കുന്നത്? ജീവിക്കാനാണ് സമ്പത്ത്, ജീവിക്കാനാണ് സമ്പത്ത്, അനിവാര്യമാണ്, അത്യാവശ്യമാണ് എന്ന് കരുതിയിട്ട് ജീവിക്കണ്ടേ എന്ന് വിചാരിച്ച് ഹലാലും ഹറാമും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാലഘട്ടം ഖിയാമത്ത് നാളിന്റെ അടയാളമായിരിക്കും. ഹലാലാണോ ഹറാമാണോ എന്ന് നോക്കാതെ പണം സ്വീകരിക്കും, പണം കൊടുക്കും. ഇതെന്താ പ്രശ്നം? ഇതങ്ങനെ നോക്കാത്തൊരു കാലം ഈ ഉമ്മത്തിൽ വരുമെന്ന സൂചന. എന്നാൽ നമ്മളോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നിങ്ങൾക്ക് റിസ്ഖായി തന്നതിൽ നിന്ന് ത്വയ്യിബാതായത് മാത്രമേ നിങ്ങൾ തിന്നാൻ പാടൂ. ഹലാലായ വിശിഷ്ടമായത്. പറ്റിച്ച പൈസ നമുക്ക് തിന്നാൻ പറ്റൂല. കടം മേടിച്ചു പോവുകയാണ്, പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധേന തട്ടിപ്പ് നടത്തിക്കൊണ്ടേയിരിക്കുന്ന മനുഷ്യന്മാർ. പലിശയുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി വാടക കൊടുക്കുന്നു, പലിശ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, കച്ചവടത്തിൽ ഒരുപാട് തട്ടിപ്പുകൾ, കളവുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കച്ചവടക്കാരൊക്കെ നന്നായി ചിന്തിക്കേണ്ടതാണ്. എന്റെ ഈ ജീവിത വരുമാന മാർഗം നാളെ പരലോകത്ത് നരകം കിട്ടാനുള്ള കാരണമാകുമോ എന്ന് നല്ല സൂക്ഷ്മത കാണിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലാ യദ്ഖുലുൽ ജന്ന, ഒരാൾ സ്വർഗ്ഗത്തിലെത്തൂല. ലഹ്മുൻ, അയാളുടെ മാംസം, നബത മിൻ സുഹത്തിൻ, ഹറാം കൊണ്ട് തിന്ന് കൊഴുത്തുണ്ടാക്കിയ സമ്പാദ്യമാണ്, ശരീരമാണ്. അതുകൊണ്ട് സ്വർഗം കിട്ടൂല. ഇവിടെ നന്നായിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുക, ആൾക്കാരുടെ മുമ്പിൽ പ്രൗഢി പറഞ്ഞ് നടക്കുക, കാഴ്ചക്കാർക്ക് നല്ല പൈസക്കാരനാന്നൊക്കെ നല്ല പേരും പെരുമയും ബഹുമാനൊക്കെ കിട്ടും. സ്വർഗം കിട്ടൂല. തന്റെ സമ്പത്ത് ഹലാലല്ലാത്ത മാർഗത്തിലൂടെ പോകണ്ടോന്ന് നല്ലോണം ഓരോരുത്തരും തന്റെ വീട്ടിലേക്ക് ഭാര്യമാര്, സഹോദരിമാർ ശ്രദ്ധിക്കുക. ഭർത്താവിനോടും കുടുംബത്തോടും മക്കളോടും പറയണം, ഗൾഫിലായാലും നാട്ടിലായാലും ശരി, മോനെ ഹറാമിന്റെ ഒരു രൂപം അങ്ങോട്ട് കൊണ്ടുവരരുത്. ഇതൊക്കെ സലഫുകൾ മുമ്പ് പറഞ്ഞ വാക്കാ. സക്കാത്ത് കൊടുക്കാത്ത സമ്പത്ത് ആരുടെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതും അതിൽപ്പെട്ട തന്നെയാണ്, അതും ഹറാമിന്റെ മുതലിൽപ്പെട്ടതാണ്. എത്രയാ സക്കാത്ത്? 2.5% പറഞ്ഞിട്ടുള്ളൂ. അത് കൊടുക്കാൻ മടിക്കുന്നവരുണ്ടെങ്കിൽ ഒരു പാവപ്പെട്ടവന്റെ സമ്പത്താണ് കിടക്കുന്നത്, അത് നിന്റെ ഹറാമായ സമ്പാദ്യത്തിലെപ്പെടുക. ബാങ്ക് ജോലി, പലിശ, കൊള്ളപ്പണം, കച്ചവടത്തിലെ തെറ്റായ തിരിമറികൾ, ഹറാമിന്റെ വിവിധ മേഖലകൾ ഇന്ന് വ്യാപിച്ചു കിടക്കുക. EMI പോലെയുള്ള വിവിധ സംരംഭങ്ങൾക്ക് വേണ്ടി ഒന്നും നോക്കാതെ, ഒരു ചോദ്യം പോലും, അന്വേഷണം പോലും ഇല്ലാതെ സാമ്പത്തികത്തിൽ പോയി പണം കൊടുത്ത് സാക്ഷികളില്ലാതെ ഇടപാടുകൾ നടത്തി എത്ര തട്ടിപ്പുകളാണ് നമ്മുടെ ജില്ലയിൽ തന്നെ പിടിക്കപ്പെട്ടത്. എന്നിട്ട് നമ്മൾ പഠിച്ചോ? എന്നിട്ട് നമ്മൾ തിരുത്തിയോ? വീണ്ടും അടുത്തതിൽ വീണ്ടും വരികയാണ്. ഓരോരുത്തരും ശ്രദ്ധിക്കുക തന്റെ വരുമാന മാർഗത്തെ കുറിച്ച്. അതേ സമയത്ത് നമ്മുടെ സമ്പാദ്യം കൊണ്ട് നമുക്ക് സ്വർഗം നേടാൻ പറ്റും. അതിൽ നിന്ന് സക്കാത്ത് കൊടുത്തതിന്റെ ബാക്കി നിന്ന് സ്വതക്ക കൊടുത്താൽ. അള്ളാന്റെ മാർഗത്തിൽ നന്നായി ചെലവഴിക്കുന്നവൻ ഒരു ധാന്യമണി കൊടുത്താൽ 100 ധാന്യമണികൾ പോലെ അള്ളാഹു ഇരട്ടി ഇരട്ടിയാക്കി കൊടുക്കും. എത്ര ചെറുതാണെങ്കിലും മനസ്സറിഞ്ഞു കൊടുക്കുന്ന സ്വതക്കക്ക് അതിന്റെ ഇരട്ടി പടച്ചോൻ തീരുമാനിക്കുന്ന കണക്കാ കിട്ടുക. നോമ്പിന്റെ കൂടെയാണ് സ്വതക്കനെ പറ്റി പറഞ്ഞത്. ഖൈറിന്റെ വാതിലുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. സ്വഹാബത്തിനോട് നബി ചോദിക്കുക. പറഞ്ഞു കൊടുത്തു. അസ്സോമു ജുന്ന, 1 പരിചയാകുന്ന നോമ്പാണ്. 2 വസ്സദഖ, സ്വതക്കയാണ്, നന്മയുടെ ഖൈറിന്റെ വാതിലാണത്. വസ്സദഖതു തുത്ഫിഉൽ ഖതീഅത കമാ യുത്ഫിഉൽ മാഉ അന്നാർ. നരകത്തിലേക്ക്, തീയിലേക്ക് വെള്ളം ഒഴിച്ച വെള്ളം കെടുന്നത് പോലെ സ്വതക്ക മനുഷ്യന്റെ പാപങ്ങളെ കരിച്ചു കളയുന്നതാണ്. 12ഓളം സവിശേഷതയാണ് സ്വതക്ക കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞത് ഈ റമദാനിന്റെ ഇത്രയും ദിവസമായിട്ട് ഒരുപാട് സ്വതക്കകളുടെ അവസരങ്ങൾ വന്നിട്ടും അതിനെതിരെ മുഖം തിരിഞ്ഞ്, മുഖം തുളിച്ച്, പോക്കറ്റിൽ പണം വെച്ച്, ഗൂഗിൾ പേയിൽ പണം വെച്ചിട്ട് തന്റെ സമ്പത്തുനിന്ന് ഒരു ചെറിയ വിഹിതം പോലും കൊടുക്കാൻ മനസ്സ് കാണിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ 12ഓളം പോരിശയാണ് സ്വതക്കയുടെ വിഷയത്തിൽ വന്ന പണ്ഡിത ലോകത്ത് വന്ന ഉദ്ധരണികൾ, ഹദീസുകൾ ഇഷ്ടം പോലെയാണ്. വിട്ടുകളയരുത്. ചെറുതാവട്ടെ, ചെറുതെങ്കിലും കൊടുത്ത് ശീലമാക്കൂ. പാവപ്പെട്ട രോഗികളെ സഹായിക്കേണ്ടുന്നതിന്റെ പ്രാധാന്യം ആരെയും അറിയിക്കേണ്ടതില്ല. ഓരോ ഡയാലിസിസുകളും, ഓരോ ചികിത്സകളും, ഓരോ സ്കാനിങ്ങുകൾക്കും, ഓരോ കീമോക്കും എത്ര പണമാണ് വരുന്നത്. രോഗികളെ സഹായിക്കേണ്ട ഉത്തരവാദിത്തം ആരോഗ്യമുള്ള മനുഷ്യരെ, പണമുള്ള മനുഷ്യരെ നമുക്കുള്ളതാണ്. അതിന് പറ്റാവുന്ന നല്ല ഒരു വിഹിതം കനപ്പെട്ട അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ കൊടുക്കണം. പാവപ്പെട്ട മനുഷ്യരുടെ വീടുകളിൽ പെരുന്നാളിന് നമ്മളൊക്കെ തരം വസ്ത്രം മേടിച്ചപ്പോൾ വസ്ത്രം മേടിക്കാനില്ലാത്ത കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ചിരിക്കാൻ ഒരു ഈദ് കിസ്വ എന്ന സംരംഭം നമ്മുടെ മുമ്പിലുണ്ട്. 1300 രൂപ കൊടുത്ത ഒരു ഉടുപ്പും അവർക്ക് ആവശ്യമായ ഒരു വസ്ത്രവും പെരുന്നാളിന് ധരിക്കാൻ കൊടുക്കുന്ന പദ്ധതിയുണ്ട്. സ്വതക്കയുടെ മേഖലകൾ തുറന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ഉപയോഗപ്പെടുത്തണമെന്നാ പറയുന്നത്. അതോടൊപ്പം നമ്മുടെ തിന്മകളിൽ, തെറ്റുകളിൽ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു രംഗമാണ് കുടുംബരംഗം. കുടുംബക്കാരോട് മിണ്ടാതെ നടക്കുക,
വാപ്പയോടും ഉമ്മയോട് മോശമായിട്ട് പെരുമാറുക, ഭാര്യയോടും കുടുംബങ്ങളോടും തെറ്റായ രൂപത്തിലുള്ള പെരുമാറ്റങ്ങൾ നടത്തുക, കുടുംബ ബന്ധങ്ങളിൽ വെള്ളിച്ചുണ്ടാക്കുക. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹ്മിൻ, കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവന് സ്വർഗത്തിലെത്താൻ പറ്റൂല. ഇങ്ങനെ ഏത് മേഖല എടുത്തു നോക്കിയാലും സഹോദരങ്ങളെ, ഈ റമദാൻ മുഴുവൻ നമുക്ക് ഉണ്ടാകുമെന്ന് ഒരാളും ഗ്യാരണ്ടി ഇല്ലാത്ത നമ്മളാണ് ഈ പറയുന്നത്. സകലതും ശ്രദ്ധയോടെ പാപങ്ങളെ പൂർണ്ണമായി തുടച്ചു മാറ്റി കറ കളഞ്ഞ ഹൃദയത്തിന്റെ ഉടമകളായി പശ്ചാത്തപിച്ച് ഖേദിച്ച് എന്റെ റബ്ബ് പൊറുക്കാൻ സന്നദ്ധനാണ്, എന്റെ റബ്ബ് കാരുണ്യവാനാണ്, എന്റെ റബ്ബ് സ്നേഹമുള്ളവനാന്ന് പറഞ്ഞിട്ട് ഒന്ന് അടുത്തേക്ക് ചെല്ലാൻ, നമ്മൾ പാപങ്ങൾ കറകളയാൻ നമ്മൾ മനസ്സ് കാണിക്കുന്നില്ലെങ്കിൽ നഷ്ടം നമുക്കാണെന്ന തിരിച്ചറിവോടെ അള്ളാഹുവിലേക്ക് നന്നായി തൗബയും ഇസ്തിഗ്ഫാറും അധികരിപ്പിക്കുക.